ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 11. കഴിഞ്ഞ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗിയാണെങ്കിൽ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അവിടെ അല്പനേരം നിർത്തിയതിന് ശേഷം സൂക്ഷ്മശരീരം ഉപേക്ഷിച്ചിട്ടാണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ലയിക്കുന്നത്. അല്ലാതെ ബ്രഹ്മാദി ലോകങ്ങൾ കൊതിക്കുന്നവനാണെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ നിർഗമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ലക്ഷണം പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്വം സൂക്ഷ്മാംഗം ഭോഗസാധനം. അതാണ് സൂക്ഷ്മ ശരീര ലക്ഷണം. ഇനി 11ാമത്തെ ശ്ലോകം നോക്കാം. അഗ്നിവാസരവളക്ഷപക്ഷഗേരുത്തരായണ ജുഷാജ ദൈവദൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസര വളക്ഷപക്ഷഗേഹി ഉത്തരായണ ജുഷാജ ദൈവദൈഹി. പ്രാപിതോ അതായത് പ്രാപിതഃ രവിപദം ഭവത് പരഃ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. അഗ്നിവാസരവളക്ഷപക്ഷഗേരുത്തരായണ ജുഷാജ ദൈവദേ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഭവത്പരഃ അവിടുത്തെ മുഖ്യമായി സേവിച്ച യോഗി അഗ്നിവാസര വളക്ഷപക്ഷഗേഹി അഗ്നി, പകൽ, സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണ ജുഷാജ ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളുമായ ദേവദേഹി ദേവതകളാൽ രവിപദം പ്രാപിത സൂര്യലോകം പ്രാപിപ്പിക്കപ്പെട്ടവനായി മോദവാൻ ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. അങ്ങനെ ഭഗവാനെ മുഖ്യമായിട്ട് സേവിച്ച യോഗി അഗ്നി, പകൽ, സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളുമായ ദേവതകളാൽ സൂര്യലോകം പ്രാപിപ്പിക്കപ്പെട്ടവരായി ദിവ്യാനന്ദം അനുഭവിക്കുന്നവരായിട്ട് ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. അഗ്നിവാസരവളക്ഷപക്ഷഗേരുത്തരായണ ജുഷാജ ദൈവദൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസരവളക്ഷപക്ഷഗേരുത്തരായണ ജുഷാജ ദൈവദൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസര വളക്ഷപക്ഷഗേ ഉത്തരായണ ജുഷാജ ദൈവദൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.